Hey my dear guys, welcome to the sessions of the CA Intermediate Paper number 1 Advanced Accounting. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് A16 ബോറോയിങ് കോസ്റ്റ് എന്ന് പറയുന്ന അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡാണ്. ഈ ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൻ്റെ ക്വസ്റ്റ്യൻ സീരീസാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു എൻറ്റിറ്റി ഉണ്ട്. ആ എൻറ്റിറ്റി അവരുടെ ഫങ്ഷണൽ അവരുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന ആ ഒരു ഇടപാടിലെ കറൻസി എന്ന് വെച്ചാൽ ഇപ്പം ഇന്ത്യയിലാണെങ്കിൽ എന്താണ് ഇന്ത്യൻ കറൻസി ആയിരിക്കും വരുന്നത്. അവിടെ നിന്ന് ബോറോ ചെയ്യുകയാണെങ്കിൽ 12% ആയിരിക്കും അവരുടെ എന്ത് വരുന്നത്, അവരുടെ ബോറോയിങ് കോസ്റ്റിൻ്റെ എന്ത് വരുന്നത്, പേഴ്സൻറ്റേജ് വരുന്നത്. ഫോർ ദ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ്, ലോക്കലി ഉള്ള ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കും. വാട്ട് എവർ ക്വസ്റ്റ്യൻ ഡീൽ ചെയ്യുന്നത് എന്താണ്, അവർ ഏത് കറൻസിയിലാണോ അവരുടെ ഫങ്ഷൻസ് ക്യാരി ഔട്ട് ചെയ്യുന്നത് അവിടെയുള്ള ബോറോയിങ് കോസ്റ്റിൻ്റെ പേഴ്സൻറ്റേജ് എന്ന് പറയുന്നത് 12% ആയിരിക്കും. എന്ത് ചെയ്തു, എൻറ്റിറ്റി ബോറോ ചെയ്തു $1,000. എത്ര പെർസെൻറ്റേജ് ബോറോയിങ് കോസ്റ്റിലാണ്? 4%. എന്നാ ചെയ്തത്? 1st ഏപ്രിലാണ് ചെയ്തത്. ഓക്കെ ആണോ? അന്ന് എന്ന് പറയുന്ന ദിവസത്തിൽ $1 എന്ന് പറയുന്നത് എത്ര രൂപയാണ്? 40 റുപ്പീസാണ്. $1 കിട്ടണം, നിങ്ങൾ എന്ത് ചെയ്യണം? 40 റുപ്പീസ് കൊടുക്കണം, അല്ലെങ്കിൽ 40 റുപ്പീസിന് $1 ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ ആണോ? ഇനി the amount equal to the functional currency 40,000 എങ്ങനെ ആയിരിക്കും? നമുക്ക് 1000 ആണ്, 1000 ഇൻറ്റു 40 റുപ്പീസ് 40,000 ആയിരിക്കും. ഇതേ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻട്രസ്റ്റ് പേയബിൾ എന്നാണ്. ഇൻട്രസ്റ്റ് പേയബിൾ 31st March 2022 ആണ്. ഓൺ 31st March 2022 എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? $1 50 റുപ്പീസ് ആയിരിക്കും വരുന്നത്. ഒരു വർഷം കൊണ്ട് എന്ത് സംഭവിച്ചു? 10 രൂപയുടെ ഇൻക്രീസ് ആണ് സംഭവിച്ചേക്കുന്നത്. എന്ന് വെച്ചാൽ എന്താ, ഡോളറിൻ്റെ വാല്യൂ കൂടി ആൻഡ് ഇന്ത്യൻ റുപ്പിയുടെ വാല്യൂ എന്ത് ചെയ്തു? കുറഞ്ഞു. ഓക്കെ ആണോ? ഈ ഒരു സിറ്റുവേഷനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം AS11 കുറിച്ചാണ്. AS11 പറഞ്ഞിട്ടുണ്ട്, നിങ്ങളാണെങ്കിൽ മോണിറ്ററി ആയിട്ടാണ് എന്താണ് ലോൺ എന്ന് പറയുന്നത്. അപ്പം അല്ലെങ്കിൽ ബോറോയിങ് എന്ന് പറയുന്നത്, ഈ ബോറോയിങ് നിങ്ങൾ ഇനീഷ്യലി റെക്കഗ്നൈസ് ചെയ്യേണ്ടത് എങ്ങനെ ആയിരിക്കണം? അന്നത്തെ ആ ട്രാൻസാക്ഷൻ നടന്നതിനെ ആയിരിക്കണം, ആ ഒരു ഡേറ്റിനെ ആയിരിക്കണം. പിന്നെ സബ്സിക്വൻ്റ് ആയിട്ട് എന്ത് ചെയ്യണം? റെക്കഗ്നൈസ് ചെയ്യണം. അന്ന് റീസ്റ്റേറ്റ് ചെയ്യേണ്ടത് 31st March ക്ലോസിംഗ് റേറ്റ് വെച്ചിട്ടായിരിക്കണം ചെയ്യേണ്ടതെന്നാണ് AS11 പറഞ്ഞേക്കുന്നത്. അപ്പം ഈ A16 എന്താണ് അതിൻ്റെ സിഗ്നിഫിക്കൻസ് വരുന്നത്? ഇവിടെ ഉണ്ടാകുന്ന ഈ കറൻസിയുടെ എക്സ്ചേഞ്ച് ഫ്ലക്ച്വേഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്, അത് P&L നമ്മൾ ലോസ് ആയിട്ടോ ഗെയിൻ ആയിട്ടോ കാണിച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, നമ്മൾ അത് സ്റ്റേറ്റ് ചെയ്യുന്നത്, സബ്സിക്വൻ്റ്ലി റെക്കഗ്നൈസ് ചെയ്യുന്നത്. ബട്ട് AS16 പറയാണ്, നിങ്ങൾ ഫുൾ എടുത്ത് എന്ത് ചെയ്യണ്ട, എക്സ്ചേഞ്ച് ലോസ് ആക്കി കാണിക്കൊന്നും വേണ്ട. നിങ്ങളുടെ ലോക്കൽ ബോറോയിങ്സ് വരെയുള്ള ആ ഒരു ലിമിറ്റ് വരെയുള്ള എക്സ്റ്റെൻഡ് വരെയുള്ള ആ ഇത്രയും എന്ത് ചെയ്യാം, ബോറോയിങ് കോസ്റ്റിനകത്തോട്ട് പോവാം. നിങ്ങളുടെ നിങ്ങളുടെ ലോക്കൽ ബോറോയിങ്ങിൻ്റെ എന്താണോ ബോറോയിങ് കോസ്റ്റ് വരുന്നതും നിങ്ങൾ പുറത്തുനിന്ന് എക്സ്റ്റേണലി ചെയ്യുന്നതിൻ്റെ ബോറോയിങ് കോസ്റ്റ് വരുന്നതും ഇതിൻ്റെ ഡിഫറൻസ് എമൗണ്ട് ഉണ്ടല്ലോ, അത് അത്രയും എക്സ്റ്റെൻഡ് ആയിട്ടുള്ള എക്സ്ചേഞ്ച് ലോസിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്യാപിറ്റലൈസ് ചെയ്യാം എന്നാണ് പറയുന്നത്. ഓക്കെ ആണോ? എന്താണ് പൊതുവെ പറയുകയാണെങ്കിൽ ടോട്ടൽ ബോറോയിങ് കോസ്റ്റ് എത്ര വരെ മാക്സിമം വരാം? ലോക്കലി ഉള്ളത് വരെ വരാം. ഓക്കെ ആണല്ലോ? നമ്മൾ ഓൾറെഡി ഇത് ഡിസ്കസ് ചെയ്തതാണ്, അതുകൊണ്ട് അതിനകത്തോട്ട് കൂടുതലായിട്ട് പോകുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക, പ്രീവിയസ് വീഡിയോസിനകത്തോട്ട് പോവുക, കോൺസെപ്റ്റ് വീഡിയോയ്ക്കകത്ത് പോയി നോക്കുക. ഓക്കെ ആണോ? ഇതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ ഡീൽ ചെയ്യുന്നത്. നമ്മുടെ ഇത് പറഞ്ഞേക്കുന്നത് എക്സ്ചേഞ്ച് ലോസ് നിങ്ങൾ കമ്പ്യൂട്ട് ചെയ്യുക, ബോറോയിങ് കോസ്റ്റ് എത്രയാണോ ക്യാപിറ്റലൈസ് ചെയ്യേണ്ടത് എന്നാണ് 31st March 2022 എന്നാണ് പറഞ്ഞേക്കുന്നത്. മറ്റൊരു ചോദ്യം കൂടെ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. 31st March 41 രൂപയാണ് $1 എന്താണ് അതിൻ്റെ വാല്യൂ വരുന്നത്. അപ്പോൾ ഇവിടെ രണ്ട് കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. 31st March എന്താണ് പറഞ്ഞേക്കുന്നത്? മാർച്ച് 2022 ഇഫ് അത് 50 റുപ്പീസ് ആണെങ്കിൽ എന്താണ് ഇമ്പാക്റ്റ്? ₹41 ആണെങ്കിൽ എന്താണ് നമ്മളുടെ ഒരു ഇമ്പാക്റ്റ് വരുന്നത്? എവിടെ നിന്നാണ്? ഫ്രം 40.
ഓക്കെ ആണോ? യെസ്, ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുന്നത്, ഡീല് ചെയ്യുന്നത്. യെസ്, ദ ഫസ്റ്റ് കേസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളുടെ ബോറോയിങ്സ് ഉണ്ടല്ലോ, നമ്മുടെ ബോറോയിങ്സ് എന്ന് പറയുന്നത് ദ ഫസ്റ്റ് ഏപ്രിൽ എത്തണമാണ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. 1,00,000 ആണ്. 1000 ഇൻറ്റു 40. അതിന് 31st മാർച്ചിൽ 1000 ഇൻറ്റു 51. ഓക്കെ, 50 ഇറ്റ്സ് കംസ് ടു 50. ഓക്കെയാണ്. ഇവിടെ 10 രൂപയുടെ ഡിഫറൻസ് ആയിരിക്കും വരുന്നത്. 10,000 ഇൻറ്റു 10. അഗെയിൻ 1000 ഇൻറ്റു 10. നമുക്ക് എന്ത് വരുന്നുണ്ട്, 10,000 വരുന്നുണ്ട്. 1000 ഇൻറ്റു 10. ഓക്കെ ആണോ? അങ്ങനെ നമുക്ക് എന്ത് വരുന്നുണ്ട്, 10,000 എക്സ്ചേഞ്ച് ലോസ് ആയിരിക്കും വരുന്നത്. അപ്പം ഫോറിനിൽ എത്രയാണ് ബോറോയിങ് ഉണ്ടായിരിക്കുന്നത്? ബോറോയിങ്ങിന് എത്ര പെർസെൻറ്റേജ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്? 4% ആണ്. ഓൾറെഡി നമ്മുടെ ക്വസ്റ്റിനകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, 4% ആണ് വരുന്നത്. ദെൻ നമ്മളുടെ ലോക്കലി എത്രയാണ്, ഫങ്ഷണൽ കറൻസിയിൽ 12%. 12% എങ്ങനെയായിരിക്കും കമ്പ്യൂട്ട് ചെയ്യേണ്ടത്? ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ലോൺ എടുത്തത് എന്നാണോ ആ ഡേറ്റ് വരുന്നത്, അന്നത്തെ ഡേറ്റിൽ തന്നെ ആയിരിക്കും. കാരണം ഇവിടെ AS11ൻ്റെ സിഗ്നിഫിക്കൻസ് വരുന്നില്ല. ഓക്കെ ആണോ? അപ്പോൾ ഇൻട്രസ്റ്റ് എത്ര വരും? 4,800 രൂപ വരും. ഇൻട്രസ്റ്റ് ഓൺ ഫോറിൻ ബോറോയിങ്സ് എന്ത് വരും? 2,000 വരും. അപ്പോൾ എത്ര എക്സ്റ്റെൻറ്റ് വരെ നമുക്ക് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റും? 2,800 രൂപ നമുക്ക് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റും. ദെൻ ക്യാപിറ്റലൈസ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ്? ഒന്ന്, എക്സ്ചേഞ്ച് ലോസിനകത്തു നിന്നുള്ള 2,800ഉം നമ്മളുടെ ഇൻട്രസ്റ്റ് ഓൾറെഡി ഇൻകർ ചെയ്ത് 4,800 ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ക്യാപിറ്റലൈസ് ചെയ്യാവുന്നത്. ഇനി എക്സ്ചേഞ്ച് ലോസ് ടോട്ടൽ എത്ര ഇൻകർ ചെയ്തേക്കുന്നത്? ഇറ്റ് കംസ് ടു 10,000. 10,000-നകത്ത് നിന്ന് ക്യാപിറ്റലൈസ് ചെയ്ത് എത്രയാണ്? 2,800. സോ ദ ഫൈനൽ ആൻസർ വിൽ ബി എക്സ്ചേഞ്ച് ലോസ് ഇൻ ദ P&L-നകത്ത് നമ്മൾ പോകുന്ന എത്ര ആയിരിക്കും? 7,200 ആയിരിക്കും വരുന്നത്. ഓക്കെ ആണല്ലോ? മനസ്സിലാക്കാൻ പറ്റുന്നത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഇനി നമുക്ക് അടുത്തത് ക്വസ്റ്റ്യൻ ഒന്നും കൂടെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് എന്താണ് 41 ആണ് കേസ് എങ്കിൽ എന്താണ് എന്നുള്ളത്. ബോറോയിങ്സ് ആസ് യൂഷ്വൽ 40,000 ആണ് ഫസ്റ്റ് ഏപ്രിലിൽ നമ്മൾ ലോൺ എടുത്ത അല്ലെങ്കിൽ ബോറോയിങ് ചെയ്ത ടൈമിനകത്ത് എമൗണ്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ അതിൻ്റെ എമൗണ്ട് എത്രയാണ്? 41 ആണ്. ഓക്കെ ആണോ? 41 ആണ്. അന്ന് 40 ആയിരുന്നു. 40 to 41 പോയി. 40 to 41 വന്നു. The difference comes to 1 and the 1,000 into 1 that comes to 1,000. ഓക്കെ, 1,000 ആയിട്ട് നമുക്ക് കിട്ടി. ഓക്കെ ആണോ? ഓക്കെ ആണോ? ദെൻ നമ്മളുടെ ബോറോയിങ് കോസ്റ്റ് എത്ര വരുന്നത്? 1,640 ആയിരിക്കും വരുന്നത്. നമ്മുടെ എത്രയാണ് ഫോറിൻ ബോറോയിങ്സ്? 4% ആയിരിക്കും ഇൻട്രസ്റ്റിൻ്റെ പെർസെൻറ്റേജ് വരുന്നത്. ലോക്കലി നോക്കുകയാണെങ്കിൽ എത്രയാണ്? 12% ആയിരിക്കും വരുന്നത്. ദാറ്റ് കംസ് ടു 4,800. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഡിഫറൻസ് വരുന്നത് 3,160 ആയിരിക്കും. ബട്ട് ഇൻ കേസ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എത്ര എക്സ്റ്റെൻറ്റ് വരെ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നുള്ളത്. ഓക്കെ ആണോ? ഒരിക്കലും ഒരു നെഗറ്റീവ് ഫിഗറിനകത്തോട്ട് പോവില്ല. ഓക്കെ, അവിടെ വെച്ച് എന്ത് ചെയ്യും? ലിമിറ്റ് ചെയ്യും. ഓക്കെ ആണോ? മാക്സിമം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സ്ചേഞ്ച് ലോസ് വരെ എടുക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ ആണോ? എക്സ്റ്റെൻറ്റ് 3,160 രൂപ വരെ ചെയ്യാം. ബട്ട് എന്താണ് ഈ കേസിനകത്ത് നമ്മളുടെ എക്സ്ചേഞ്ച് ലോസ് എന്ന് പറയുന്നത് എന്താണ്? 1,000 ആണ്. ആ ഒരു എക്സ്റ്റെൻറ്റ് വരെ നമ്മൾ എന്ത് ചെയ്താൽ മതി? ക്യാപിറ്റലൈസ് ചെയ്താൽ മതി. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ ഈ വർഷത്തെ ഇൻട്രസ്റ്റും കൂടെ ചേർത്ത് 1,640 പ്ലസ് 1,000 ദ ടോട്ടൽ എമൗണ്ട് വിൽ ബി 2,640. ഓക്കെ ആണ്.
യെസ്. ആൻഡ് 4800. ഓക്കെ ആണോ? വളരെ സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഈ ഒരു ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, എക്സ്പെക്റ്റ് ചെയ്യുക.